ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ചെമ്മീൻ വാഴയിലയിൽ പൊള്ളിച്ചതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡിഷ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു പാന് ചൂടാക്കി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വെക്കാം. വെളിച്ചെണ്ണ ആയിരിക്കും ഇതിലേക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, അത് ചെറുതായി മുറിച്ചെടുത്തത്, പിന്നെ കുറച്ച് നീളത്തിൽ മുറിച്ചെടുത്ത ഇഞ്ചി, അതും 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് കറിവേപ്പില. ഈ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തത്. പിന്നെ ഒരു പച്ചമുളക്, 1-2 പച്ചമുളക് എടുക്കാം, അത് എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള അപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ചെറുതായി മുറിച്ചെടുത്ത തക്കാളിയാണ്, ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി മസാലപ്പൊടികളുടെ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറി വരുമ്പോൾ ഒരു 1/2 കിലോ ചെമ്മീൻ നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുത്തതാണിത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ ചെമ്മീനായതുകൊണ്ട് അധികം വേവൊന്നുമില്ല, ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ചെമ്മീൻ വെന്ത് കിട്ടും. അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും, അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഈ ചെമ്മീനിൽ നിന്നുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം. അപ്പോൾ ഞാൻ ഈ ചെമ്മീനുള്ള വെള്ളമെല്ലാം വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ വാഴയില എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വാട്ടിയെടുത്ത വാഴയിലയാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ വാഴയില വാട്ടി
കൊണ്ടുവരുന്നതാണ്. എന്നിട്ടിത് ഫ്രീസറിൽ നിങ്ങൾക്ക് നല്ല ഫ്രഷ് വാഴയില കിട്ടുകയാണെങ്കിൽ അതൊന്ന് വാട്ടിയെടുത്ത ശേഷം ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടെ ഫ്ലേവർ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ ഒരു മാസത്തോളമായി വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു വാഴയിലയിലാണ് ഞാനിപ്പോൾ ചെമ്മീൻ പൊള്ളിച്ചെടുക്കുന്നത്. ഒരു വലിയ വാഴയില വെച്ചതിന് ശേഷം അതിൻ്റെ നടുക്കായിട്ട് ഒരു പീസ് വാഴയിലയും കൂടെ വെക്കാം. അപ്പോൾ അത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ചെമ്മീൻ്റെ മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പൊതിഞ്ഞെടുക്കുക. എന്നിട്ട് ഒരു വാഴനാര് കൊണ്ട് തന്നെ അതൊന്ന് കെട്ടിക്കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു ദോശത്തവ ചൂടാക്കി അതിൽ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ചിട്ടുള്ള ഈ ചെമ്മീൻ്റെ ഈ പൊതി ഉണ്ടല്ലോ, അത് ഈ ദോശത്തവയുടെ മുകളിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് ഒന്ന് പൊള്ളിച്ചെടുക്കണം. അപ്പോൾ ഈ ചെമ്മീൻ നന്നായിട്ട് പൊള്ളി വരാനായിട്ട് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുക. അതൊരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ടാവാം, അല്ലെങ്കിൽ ഇതുപോലത്തെ കുറച്ച് വെയിറ്റുള്ള, ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെയിറ്റുള്ള ഒരു ഉണ്ണിയപ്പ ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ഇത്രയും മതി. നന്നായിട്ട് ഇങ്ങനെ പൊള്ളി വരാനായിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു 5 മിനിറ്റ് ഇതുപോലെ വെക്കുക. എന്നിട്ട് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് വീണ്ടും വെക്കുക. 10 മുതൽ 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ ചെമ്മീൻ പൊള്ളി വരും. ഇതപ്പോൾ ഞാൻ നന്നായിട്ട് പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ചെമ്മീൻ കഴിക്കാനായിട്ട്. കാരണം ഈ വാഴയിലയുടെ ഫ്ലേവറും കൂടെ ഇതിലേക്ക് ഇറങ്ങി നല്ലൊരു ടേസ്റ്റായിരിക്കും ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഇനി അടുത്ത പുതിയ റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.